തൃശൂർ പൂരം കലക്കൽ വിവാദത്തിൽ പോലീസ് ഉദ്യോഗസ്ഥ ഗൂഢാലോചന തള്ളിയ അന്വേഷണ റിപ്പോർട്ട്. പോലീസ് ഉദ്യോഗസ്ഥർ മനഃപൂർവ്വം പ്രശ്നമുണ്ടാക്കിയിട്ടില്ല എന്നാണ് റിപ്പോർട്ട്. ADGP അജിത് കുമാറിനെതിരെയും റിപ്പോർട്ടിൽ പരാമർശമില്ല എന്നാണ് സൂചന. തിരുവമ്പാടി ദേവസ്വത്തിന്റെ നിലപാടുകൾ പ്രശ്നത്തിന് കാരണമായെന്നും റിപ്പോർട്ടിൽ പറയുന്നു. അന്വേഷണ റിപ്പോർട്ട് ക്രൈംബ്രാഞ്ച് ADGPക്ക് കൈമാറി. ഉമേഷ് ബാലകൃഷ്ണൻ തിരുവനന്തപുരത്ത് വിവരങ്ങളുമായിട്ട്. ഉമേഷ്, വലിയ വിവാദമായതാണ് തൃശൂർ പൂരം കലക്കൽ സംഭവം. അതിൽ ഈ പോലീസ് ഉദ്യോഗസ്ഥ ഗൂഢാലോചന ഇല്ല എന്നാണ് അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത്. പോലീസ് ഉദ്യോഗസ്ഥർ ഇക്കാര്യത്തിൽ ഇടപെട്ടിട്ടില്ല എന്നാണ് റിപ്പോർട്ട് പറയുന്നത്. എന്താണ് വിശദാംശങ്ങൾ? ഇതുമായി ബന്ധപ്പെട്ട ഗൂഢാലോചനയാണ് ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചത്. എന്തായാലും ഗൂഢാലോചന പോലീസ് തലത്തിൽ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ തലത്തിൽ നടന്നിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന്റെ റിപ്പോർട്ട്. ക്രൈംബ്രാഞ്ച് DIG, ക്രൈംബ്രാഞ്ച് ADGPക്കാണ് റിപ്പോർട്ട് സമർപ്പിച്ചത്. ആ റിപ്പോർട്ടിൽ പ്രധാനമായി പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട തിരുവമ്പാടി ദേവസ്വത്തിന്റെ നിലപാടുകളാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം. അത് ആദ്യഘട്ടം മുതൽ കളക്ടർ വിളിച്ച അവലോകന യോഗം മുതൽ തിരുവമ്പാടി ദേവസ്വത്തിന്റെ കടുംപിടുത്തങ്ങളും ചില നിലപാടുകളും ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണമായി എന്നാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. പക്ഷേ തിരുവമ്പാടി ദേവസ്വത്തെ പ്രതി ചേർത്തിട്ടില്ല. തിരുവമ്പാടി ദേവസ്വത്തെ പ്രതി ചേർക്കുകയോ അതുമായി ബന്ധപ്പെട്ട മറ്റ് കുറ്റങ്ങൾ എണ്ണി പറയുകയല്ല ചെയ്തത്. പക്ഷേ തിരുവമ്പാടി ദേവസ്വത്തിന്റെ ചില നിലപാടുകൾ, ചില പിടിവാശികൾ, ചില വിഷയങ്ങളിൽ എടുത്ത നിലപാടുകൾ, കളക്ടർ അടക്കം നടത്തിയ നിർദ്ദേശങ്ങൾ ഖണ്ഡിക്കുന്നത്, ഇവയിലെല്ലാം ഈ ഒരു പൂരം കലക്കൽ ഘട്ടങ്ങളിലേക്ക് എത്താൻ കാരണമായിട്ടുണ്ട് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. അതേസമയം ഇനി ADGP ഈ റിപ്പോർട്ട് കോടതിക്ക് കൈമാറണം. അപ്പോഴായിരിക്കും ഒരുപക്ഷെ തിരുവമ്പാടി ദേവസ്വത്തെ പ്രതി ചേർക്കണമോ വേണ്ടയോ എന്നുള്ള കാര്യത്തിലെല്ലാം ഒരു തീരുമാനമെടുക്കുക. അതേസമയം ADGP MR അജിത് കുമാറിനെതിരെയുള്ള പരാമർശങ്ങൾ റിപ്പോർട്ടിലില്ല. അത് നേരത്തെ തന്നെ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങൾ നിഴലിലായിരുന്നു MR അജിത് കുമാർ. എന്നാൽ അത്തരമൊരു സാഹചര്യങ്ങൾ ഈ റിപ്പോർട്ടിന്റെ ഭാഗമായി വന്നിട്ടില്ല. എന്തായാലും പോലീസ് ഉദ്യോഗസ്ഥരെ ക്ലീൻ ചിറ്റ് നൽകുന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് തയ്യാറാക്കിയിരിക്കുന്നത്. 16 മാസം എടുത്തു. അതായത് കഴിഞ്ഞ 2024 ഒക്ടോബർ മാസത്തിലാണ് മുഖ്യമന്ത്രി ത്രിതല അന്വേഷണം പ്രഖ്യാപിക്കുന്നത്. അതിനുശേഷം 16 മാസം പൂർത്തിയാകുമ്പോഴാണ് DIG ഇപ്പോൾ ADGPക്ക് റിപ്പോർട്ട് കൈമാറുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.